സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ പടച്ച റബ്ബിന്റെ പരിശുദ്ധ ദീനീ ജീവിതത്തെ അർത്ഥപൂർണമാക്കി നിലനിർത്തുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. നശ്വരമായ കുറഞ്ഞ കാലയളവ് ഐഹിക ജീവിതത്തിൽ അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്മാർഗത്തെ സൽക്കർമ്മ നിരതമാക്കി പരലോകമോക്ഷം കൈവരിക്കുന്ന വിവേകികളും വിശുദ്ധരുമായ വിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 7-ാമത്തെ ആയത്താണ് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. അഥവാ നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ ആകത്തുക, ടോട്ടാലിറ്റി ഓഫ് അവർ ഇസ്ലാമിക് ലൈഫ് എന്ന് പറയുന്നത് ഈ സൂക്തത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി അറിയിച്ചു തരികയാണ്. ഒരു വിശ്വാസി ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും, നമ്മൾ പുതിയ കാലത്തൊക്കെ മോട്ടിവേഷനിൽ, അതല്ലെങ്കിൽ ബിസിനസ് മീറ്റിങ്ങുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, കുട്ടികളുമായുള്ള കമ്മ്യൂണിക്കേഷനിൽ, ചർച്ചകളിൽ, അതല്ലെങ്കിൽ സൗഹൃദങ്ങളിൽ അടക്കം പലപ്പോഴും പുതിയ കാലത്ത് പറയുന്ന ഒരു ടേമായി, ഒരു സംസാരമായി, ഒരു പ്രതീക്ഷ പങ്കുവെക്കലായി പലപ്പോഴും ബി പോസിറ്റീവ് എന്ന് പറയാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റീവായി തീരുക, പോസിറ്റീവായി ചിന്തിക്കുക എന്ന്. അഥവാ എല്ലാ കാര്യങ്ങളെയും നന്മയിൽ അധിഷ്ഠിതമായി വിലയിരുത്താനും നിർവഹിക്കാനും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്ന ഒരു ശാരീരിക മാനസിക അവസ്ഥയിലേക്ക് നീ എത്തണം. അങ്ങനെ മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അതാ പറയുന്നത്, നമ്മൾ ഏത് വിഷയത്തിൽ ഇടപെട്ടാലും, ഏത് കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചാലും, ആ നിർവഹിക്കുന്ന കാര്യങ്ങൾ ഏത് രൂപത്തിലായിരിക്കണം? അഹ്സനു അമല, നിങ്ങൾ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള കർമ്മങ്ങളിലാണ് നിങ്ങൾ പ്രഭാതം മുതൽ ഉറങ്ങുന്നത് വരെ. എന്നാൽ നിങ്ങൾ നിർവഹിക്കുന്ന അമലുകൾ, കർമ്മങ്ങൾ, അധ്വാനങ്ങൾ, ഇടപെടലുകൾ, ഇടപാടുകൾ, സഹവാസങ്ങൾ, സമ്പർക്കങ്ങൾ, സംസാരങ്ങൾ, സർവ്വതും അഹ്സനു അമല, അത് നല്ലതാക്കി തീർത്താൽ പോരാ എന്നാണ് മതം പഠിപ്പിക്കുന്നത്. മതം എന്തിനാണ്? മനുഷ്യനെ പരമാവധി അവന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. കംപ്ലീഷൻ ഡ്യൂ ടു അൾട്ടിമേറ്റ് ഗോഡ് എന്നാണ്. പൂർണ്ണത എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമാണെങ്കിലും മതം മനുഷ്യനിൽ ചെലുത്തുന്ന സ്വാധീനം മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളെ പരമാവധി ഇല്ലാതാക്കി എല്ലാത്തിലും അഹ്സൻ എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് വിധിവിലക്കുകൾ അഖിലവും. അപ്പൊ നമ്മൾ മുസ്ലിങ്ങളാണ്, ഇസ്ലാമിക ഉമ്മത്തിന്റെ ഭാഗമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്, 6000-ൽ പരം അന്യൂനമായ ആയത്തുകളുടെ ജീവിത ദർശനം പ്രകാശിതമാക്കേണ്ടവരാണ്, വരാനിരിക്കുന്ന അനശ്വരമായ അനന്തമായ പരലോക മോക്ഷത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം, കർമ്മങ്ങൾ, പദ്ധതികൾ, നിലപാടുകൾ ഏകദേശ നിലവാരത്തിൽ ആയാൽ പോരാ. അഥവാ ഗുഡ് എന്ന കാറ്റഗറിയിൽ എത്തിയാൽ പോരാ എന്ന് അല്ലാഹു പറയുന്നത്. അഹ്സൻ, വെരി ഗുഡ്, വളരെ നല്ലതായി തീരണമെന്ന് 62-ാം അധ്യായം സൂറത്തുൽ മുൽക്കിലെ 2-ാം സൂക്തത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ പ്രയോഗം, ഇതേ പങ്കുവെക്കൽ നടത്തിയിട്ടുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ജീവിതവും മരണവും നാം സംവിധാനിച്ചിട്ടുള്ളത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്, പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന്. അപ്പൊ ഇതിൽ നമുക്ക് വിജയിക്കാൻ കഴിയണം. അതിന് ആ രൂപത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ സംസാര സംസ്കാരങ്ങളെ, ഇടപാടുകളെ, പെരുമാറ്റങ്ങളെ എല്ലാം അവിടേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. നമ്മൾ എവിടെ ഇടപെട്ടാലും, എവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞാലും നമ്മെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് പ്രതീക്ഷയുള്ള രൂപത്തിലായിരിക്കണം. വിശുദ്ധ ഖുർആൻ
അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാനും നിലപാട് സ്വീകരിക്കുവാനുമാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് അറബി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ എന്ന് പറഞ്ഞില്ലേ. നിങ്ങൾക്ക് പല രൂപത്തിലുള്ള തിന്മകൾ, പ്രയാസങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, കുടുംബ ബന്ധുക്കളിൽ നിന്ന്, അയൽവാസികളിൽ നിന്നൊക്കെ ഉണ്ടാകും. അങ്ങനെയാ ജീവിതം എന്ന് പറഞ്ഞാൽ. ജീവിതം എന്ന് പറഞ്ഞാൽ ലൈഫ് ഈസ് എ സീരീസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകലാണ്. ആ പരസ്പര അഡ്ജസ്റ്റ്മെന്റ് അല്ല, അഡ്ജസ്റ്റ്മെന്റിൽ കാപട്യം ഉണ്ടാകും. കാര്യങ്ങൾ പരസ്പരം പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി വിവേകത്തോടെ, വിനയത്തോടെ, വിട്ടുവീഴ്ചയോടെ മുന്നോട്ട് കൊണ്ടുപോകലാണ്. അതാണ് ഇസ്ലാമിക് ലൈഫ് എന്ന് പറയുന്നത്. അതാണ് നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണ്, ജുമഅയിൽ പങ്കെടുക്കുന്നവരാണ്. സുന്നത്തും ഫറളുമായ ദീനീ ജീവിതത്തിന്റെ വിവിധ ആസ്പെക്റ്റുകൾ, വിവിധ തലങ്ങൾ, വിവിധ പ്രതലങ്ങൾ, വിവിധ കാര്യങ്ങളൊക്കെ നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്നതിന്റെ പ്രൂഫ്, എന്നതിന്റെ തെളിവ് നമ്മൾ വ്യക്തമാക്കേണ്ടത് സങ്കീർണമായ ജീവിതത്തിന്റെ സന്ധികളിലാണ്, ഘട്ടങ്ങളിലാണ്, സന്ദർഭങ്ങളിലാണ്. അപ്പൊ നമ്മളെക്കാളും വിവരം കുറഞ്ഞ ആളുകൾ, ദീനീ ബോധമില്ലാത്ത ആളുകൾ, കൃത്യമായി നമസ്കരിക്കാത്ത ആളുകൾ, ഐച്ഛികമായ കർമ്മങ്ങൾ നിർവഹിക്കാത്ത ആളുകൾ, വേണ്ട വിധത്തിൽ ഉത്ബോധനങ്ങളിലൂടെ പടച്ച റബ്ബിനെ അറിയാത്ത ആളുകളിൽ നിന്ന് വല്ല അലോസരങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫദ്ഫഅ ബില്ലത്തി അഹ്സൻ, തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലുടനീളം അതാ നിർവഹിച്ചത്. ഒരിക്കലും ഒരു മുഅ്മിന് ഒരു രംഗത്തും നെഗറ്റീവ് ആകാൻ ഇസ്ലാം സമ്മതിക്കുന്നില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വിശ്വാസി സമൂഹമേ, ഇസ്ലാമിക ഉമ്മത്തെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾ എപ്പോഴും ബശ്ശിറു, ജനങ്ങൾക്ക് സുവിശേഷം, സന്തോഷ വാർത്ത അറിയിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്തുകൊണ്ടിരിക്കണം, പുതിയ ടേം അനുസരിച്ച്. വലാ തുനഫിറു, നിങ്ങൾ ആളുകളെ വെറുപ്പിക്കരുത്, സുഹൃത്തുക്കളെ വെറുപ്പിക്കരുത്, അയൽവാസികളെ വെറുപ്പിക്കരുത്. മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ഒരു രീതി, ഒരു സംസാരം, ഒരു ഇടപെടൽ നിങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് നിങ്ങളുടെ ഇസ്ലാമിക് പേഴ്സണാലിറ്റിയെ, ഒരു മുസ്ലിം വ്യക്തിത്വത്തെ ബാധിക്കും. അത് നിങ്ങളുടെ ഇസ്ലാമിക് ലൈഫിനെ ബാധിക്കും. അതുകൊണ്ട് ബശ്ശിറു, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. വലാ തുനഫിറു, നിങ്ങൾ വെറുപ്പിക്കാതിരിക്കുക. യസ്സിറു, നിങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക. വലാ തുഅസ്സിറു, നിങ്ങൾ പ്രയാസമുണ്ടാക്കരുത് എന്നാ പറഞ്ഞത്. യസ്സിറു വലാ തുഅസ്സിറു, അപ്പൊ ബേർഡൻ ഉണ്ടാക്കരുത്. ആളുകൾക്ക്, മറ്റുള്ളവർക്ക്, കൂടെ ജീവിക്കുന്നവർക്ക് ഒരു തരത്തിലും ഒരു തരിമ്പും ഭാരമാകാതെ സന്തോഷം അറിയിച്ചുകൊണ്ട് സഹവർത്തനത്തോടെ, സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതം അങ്ങനെയാണ്. പ്രവാചകനെ കാണുന്ന സമയത്ത്, പ്രവാചകനാണല്ലോ നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. ബി പോസിറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ദർ ഈസ് നോ റോൾ മോഡൽ എന്ന് നമ്മൾ പറയൽ. അങ്ങനെ പോസിറ്റീവായി തീരാൻ, എല്ലാം നന്നാക്കി തീർക്കാൻ ആരാണൊരു മാതൃകയുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ മുമ്പിൽ അങ്ങനെ പകച്ചു നിൽക്കുകയാണ് എങ്കിൽ വിശ്വാസി സമൂഹത്തിന് പറയാൻ കഴിയണം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ശുദ്ധ ഖുർആൻ 33-ാം അധ്യായം, സൂറത്തുൽ അഹ്സാബ് 21-ാമത്തെ ആയത്ത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനിൽ, അള്ളാഹുവിന്റെ ദൂതനിൽ ഏറ്റവും ഉന്നതമായ മാതൃകയുണ്ട് എന്നാണ്. ഏത് വിഷയത്തിലെടുത്താലും പതറിപ്പോകൂല. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പ്രവാചകൻ വിശ്രമിക്കുമ്പോ പ്രവാചകന്റെ വാളെടുത്തുകൊണ്ട് നിന്നെ ഞാൻ വധിക്കുന്നു പറഞ്ഞപ്പോ പ്രവാചകൻ എന്താ പറഞ്ഞത്? ആരാ നിന്നെ രക്ഷിക്കാന്ന് ചോദിച്ചപ്പോ അല്ലാഹ്. കേട്ടപ്പോൾ തന്നെ ആ വധിക്കാൻ വന്ന മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീഴുകയാണ്. അല്ലാഹ്, മനസ്സിലായില്ലേ? വിശ്വാസം കൊണ്ട് സർവ്വതിനെയും അതിജീവിക്കാൻ, അള്ളാഹിനെ കുറിച്ച് ഓർത്ത് മുന്നോട്ട് പോകാൻ കഴിയും. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഷ്ഠാന മുറകളിൽ ആവലാദിയുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് വന്ന സഹാനിയായ അനുചരനെ എത്രത്തോളം ടെൻഷൻ അടിച്ചുകൊണ്ടാണോ വരുന്നതെങ്കിൽ അതൊക്കെ എളുപ്പമാക്കി തീർത്ത് വളരെ പോസിറ്റീവായി നയമയത്തോടുകൂടി പ്രവാചകൻ ഇടപെട്ട സന്ദർഭങ്ങൾ. പകൽ സമയത്ത് നിർബന്ധ നോമ്പിന്റെ വേളയിൽ ഭാര്യയുമായി ശയിച്ചു പ്രവാചകരെ ഞാൻ നശിച്ചു എന്ന് പറഞ്ഞ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന ആവലാദിയുടെ അങ്ങേ തല പ്രസന്റ് ചെയ്യുന്ന അനുചരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രതിവിധിയുണ്ട്, പരിഹാരമുണ്ട് എന്നാണ്. നീ ക്ഷമ അവലംബിക്ക്, പരിഹാരണ്ട്, നശിച്ചിട്ടില്ല എന്ന്. അവസാനം അത് എവിടേക്കാണ് എത്തിയത്? അടിമയെ മോചിപ്പിച്ചോ, അതേപോലെ അഗതികൾക്ക് പിന്നെ ഭക്ഷണം കൊടുക്കണം, അതുമല്ല എങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കണം. പ്രവാചകരെ ഇതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. പ്രവാചകൻ അത് കൈകാര്യം ചെയ്തത് ഏത് രൂപത്തിൽ? അതൊന്നും കഴിയില്ല. പ്രവാചകന് കേട്ട് നിൽക്കുകയാണ്, ഓരോരുത്തരുടെയും മാനസികാവസ്ഥ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് പ്രവാചകന് മറ്റൊരു അനുചരൻ വന്നിട്ട് കുറെ ചീത്തപ്പഴം കൊട്ടയിൽ കൊടുത്ത സമയത്ത് അതെടുത്തുകൊണ്ട് ഈ മനുഷ്യന്റെ
പകൽ സമയത്ത് നിർബന്ധ നോമ്പിനെ നഷ്ടപ്പെടുത്തി ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മസ്അല ചോദിച്ചു വന്ന മനുഷ്യന്റെ കൈകളിലേക്ക് തൻ്റെ മറ്റൊരു അനുചരൻ കൊണ്ടുവന്ന ഈത്തപ്പഴത്തിന്റെ കുട്ട ഏൽപ്പിച്ചുകൊണ്ട് നീ ജീവിക്കുന്ന നിന്റെ പരിസര പ്രദേശങ്ങളിൽ ആ ചെരുവിലെ പാവപ്പെട്ട ആളുകൾക്ക് നീ വിതരണം ചെയ്തു കഴിഞ്ഞാൽ നീ ചെയ്ത ഈ തെറ്റിന് ബദലായി പരിഹാരമായി ഫിദിയായി എന്ന് പറയാ. ആ സമയത്ത് അനുചരൻ പറഞ്ഞത് എന്താ? പ്രവാചകരെ, എൻ്റെ ഭാഗത്ത് ഞാൻ ജീവിക്കുന്ന ഏരിയയിൽ എന്നേക്കാളും മിസ്കീനായ പാവപ്പെട്ട ആൾ ആരാന്ന് എനിക്കറിയില്ല. ആ സമയത്ത് പ്രവാചകൻ ചിരിച്ചു എന്നാണ്. അങ്ങനെ പ്രവാചകൻ അണപ്പല്ല് കാണുന്ന രൂപത്തിൽ ചിരിക്കാറ്, പക്ഷെ അവിടെ ചിരിച്ചുപോയി. എന്നിട്ട് ആ മനുഷ്യനോട് പറയാ, നീ ഇതുമെടുത്ത് നീയും കുട്ടികളും കൊണ്ടുപോയി കഴിക്ക് എന്നാ പറഞ്ഞത്. വലിയ ഒരു മസല തേടി ആശങ്കപ്പെട്ട് അസ്വസ്ഥ മനസ്സോടെ കടന്നു വന്ന തൻ്റെ അനുചരനോട് എങ്ങനെയാ വിധിവിലക്കുകൾ പറഞ്ഞു കൊടുത്ത് പേടിപ്പിച്ചു വിടുകയാണോ ചെയ്തത്? അതല്ല ബി പോസിറ്റീവ് എന്ന നിലപാട് സ്വീകരിക്കുകയാണോ ചെയ്തത്? മദീന പള്ളിയിൽ മൂത്രമൊഴിച്ച അറാബി വന്ന് മൂത്രമൊഴിച്ചപ്പോൾ സഹാബികൾ എഴുന്നേറ്റുന്നപ്പോൾ അടങ്ങ്, അവന് ഒഴിച്ചു തീർക്കട്ടെ എന്ന് പറഞ്ഞ്, എന്നിട്ട് അവനെ കൊണ്ടല്ല വെള്ളം കൊണ്ടിരിപ്പിച്ചത്, അതിനു വേണ്ടി ചട്ടം കെട്ടി വരുന്ന അനുചരന്മാരോടാണ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത്. ആ മനുഷ്യന് അറാബിക്ക് ഹിക്മത്തോടുകൂടി സതുപദേശം കൊടുക്കുന്ന പ്രവാചകനേക്കാൾ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുന്ന ഒരു കൗൺസിലറെ, ഒരു പ്രൊപ്പഗേറ്ററെ, ഒരു മെന്ററെ ഈ ലോകം പരിചയപ്പെട്ടിട്ടുണ്ടോ? എല്ലാ ജീവിതത്തിന്റെ ഏത് ഭാഗമെടുത്ത് പരിശോ ആ പ്രവാചകനാണ് നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ നിക്കാഹിന്റെ ഖുതുബകളിൽ ആവർത്തിച്ച് കേൾക്കുന്നത്, ആ സഫിയ റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ സ്ത്രൈണതയുടെ, സ്ത്രീ സഹജമായ ദൗർബല്യത്തിന്റെ ഭാഗമായി മറ്റൊരു പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹ ഒന്ന് തട്ടിക്കളഞ്ഞപ്പോ ആ സ്ഫടികപാത്രം നിലത്ത് വീണ് ഉടഞ്ഞു പോയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുമ്പിട്ടുകൊണ്ട് ചിന്ന ഭിന്നമായ ആ പാത്രത്തെ പരസ്പരം ചേർത്ത് വെക്കുന്ന പ്രവാചകൻ എന്ന പ്രിയതമൻ. ബി പോസിറ്റീവ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താക്കീതും കാർക്കശ്യം കാണിക്കാമായിരുന്നു. പ്രവാചകൻ ചെയ്തത് എന്താ? ആ സമയം വരെ, അത് പൊട്ടിച്ചിതറിപ്പോയ സമയം വരെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ തൻ്റെ പ്രവാചകൻ എന്ന പ്രിയതമന് എത്രമേൽ സ്ഥാനമായിരുന്നോ എങ്കിൽ അതിനേക്കാളും വലിയ സ്ഥാനം നേടിയെടുക്കാൻ പാകത്തിൽ സങ്കീർണമായ ദാമ്പത്യ പ്രശ്നത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവേകത്തോടെ ഉപയോഗപ്പെടുത്തിയതിൻ്റെ ഉത്തമ ഉദാഹരണം ഇങ്ങനെയാകണം. ഇങ്ങനെയൊക്കെയായിരുന്നു പ്രവാചകൻ. നമ്മളിങ്ങനെ കനം പിടിച്ച് പുഞ്ചിരിക്കാതെ ആകെ കൂടി നമ്മൾ കഴിഞ്ഞാൽ പിന്നെ പ്രളയം എന്ന നിലക്ക് മുഖം വീർപ്പിച്ച് നടക്കലല്ല. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ്. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും നിനക്ക് നന്മയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ, പുഞ്ചിരിക്കുന്ന വദനവുമായി തൻ്റെ അയൽവാസിയെ, സുഹൃത്തിനെ, ബിസിനസ് പാർട്ട്ണറെ, തൻ്റെ ക്ലാസ്മേറ്റിനെ, തൻ്റെ സഹപ്രവർത്തകനെ ഒന്ന് കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ മഞ്ഞ് ഉരുകുന്നത് പോലെ തീർച്ചയായിട്ടും സർവ്വമലകളും ഉരുകിത്തീരും, സർവ്വ പ്രശ്നങ്ങളും ഇല്ലാതായി തീരുമെന്നാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാല എന്ന് പറയുന്നത്. ഇതാണ് ഇസ്ലാമിക ഈമാൻ, ഇതാണ് ഇസ്ലാമിക് ലൈഫ്. ഇതിനാണ് അനുഷ്ഠാന മുറകൾ, ഇതിനാണ് ആരാധനകളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ ഖാല ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലുമായിരുന്നില്ല ഫാഹിഷൻ വലാ മുതഫഹിഷൻ, ചീത്ത പറഞ്ഞിരുന്നില്ല, മ്ലേച്ഛമായ വാക്കുകൾ പ്രയോഗിച്ചിരുന്നില്ല. വകാന യഖൂൽ, പ്രവാചകൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുക്കും അഖ്ലാഖാ, the best among you, നിങ്ങളിലെ ഉത്തമർ എന്ന് പറയുന്നത് ആരാ? നല്ല ഡ്രസ് കോഡിൽ വന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളാ. നല്ല ഡ്രസ് കോഡിൽ എല്ലാം സ്മാർട്ടായിക്കൊണ്ടിരിക്കില്ലേ ഈ കാലം എന്ന് പറഞ്ഞാൽ. കയ്യിലുള്ള മൊബൈൽ സ്മാർട്ടാണ്, നമ്മുടെ വീടുകൾ അതിലേറെ സ്മാർട്ടാണ്, ഉപയോഗപ്പെടുത്തുന്ന വാഹനങ്ങളും സ്മാർട്ടാണ്, കെട്ടിലും മട്ടിലുമൊക്കെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണ് ജീവിതവും. അതേപോലെ തന്നെ ഡ്രസ് കോഡും ഭക്ഷണവും എല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ, അലങ്കാരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നല്ല ഡ്രസ് കോഡ് ധരിച്ചു വന്ന മനുഷ്യന്റെ സ്വഭാവം, അവന്റെ രഹസ്യ ജീവിതം, അവന്റെ പെരുമാറ്റം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ ഡ്രസ് കോഡിനെ പ്രതിനിധീകരിക്കുന്ന മാന്യമായ സ്വഭാവ, സംസ്കാര, സഹവാസ ഇടപെടൽ ഉണ്ടാകുമോ? ആലോചിക്കണം നമ്മൾ. എങ്കിൽ പ്രവാചകൻ പറയാ, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുക്കും അഖ്ലാഖാ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് പറയുന്നത് നിങ്ങൾ സ്വഭാവം നന്നാക്കി തീർത്തവരാണ് എന്ന്. നല്ല സ്വഭാവം, ഡീസന്റ് സ്വഭാവം, നല്ല പെരുമാറ്റം, ഇത് ഇസ്ലാമിന്റെ മുഖമുദ്രയാ. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായിരിക്കുന്നത് സൽസ്വഭാവങ്ങളുടെ സംസ്കാരം പൂർണ്ണമായി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് എന്ന്.
അതാണ് സ്വഭാവത്തിലൂടെ ദീന് പ്രസന്റ് ചെയ്യണം. അതാണ് അദ്ദീനു അന്നസീഹ. മതം എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷിയ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലേ, തുർക്കിയിൽ നിന്ന് റൊമേനിയയിൽ നിന്ന് തുർക്കിയിലേക്ക് ടൂർ വന്ന് വൈകുന്നേര സമയമായപ്പോൾ വഴി മറന്ന ടൂറിസ്റ്റുകളായിട്ടുള്ള ഭാര്യയും ഭർത്താവും വഴിയോര കച്ചവടക്കാരനായ ഒരു തുർക്കിക്കാരനോട് താമസിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സ് കൊടുക്കുക, ഇതെവിടെയെന്ന്. അപ്പൊ പറയാ, ഈ വൈകുന്നേര സായാഹ്ന സമയത്ത് ഈവനിങ് ടൈമിൽ നിങ്ങൾ ഈ താമസ സ്ഥലത്തേക്ക് അക്കോമഡേഷനിൽ എത്തിച്ചേരാൻ കഴിയില്ല, നിങ്ങൾ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരിക എന്ന്. എൻ്റെ കൂടെ വീട്ടിലേക്ക് വരിക, ഞാൻ നിങ്ങൾക്ക് ഹോസ്റ്റ് തരാം, ആതിഥേയത്വം നൽകാം, അവിടെ താമസിച്ച് രാവിലെ നിങ്ങൾക്ക് അവിടേക്ക് പുറപ്പെടാമെന്ന് പറഞ്ഞ് ഈ വഴിയോര കച്ചവടക്കാരനായ തുർക്കിക്കാരന്റെ വീട്ടിലേക്ക് റൊമേനിയൻ നോൺ മുസ്ലിം ദമ്പതികൾ ചെല്ലുക. കണ്ട മാത്രയിൽ തന്നെ ചെറിയ ഒരു കൊച്ചു വീട്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് തന്നെ 3-4 മക്കളും കുടുംബവും, നിങ്ങൾ ഭാര്യയും ഭർത്താവും, നിങ്ങൾക്ക് തന്നെ ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല, താമസിക്കാൻ കഴിയില്ല, അതിനുള്ള സൗകര്യമില്ല, പരിമിതാണ്, പിന്നെ എങ്ങനെയാ ഞങ്ങൾ കൂടി ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞപ്പോ, ഞങ്ങൾക്ക് വേറെ സൗകര്യം സെറ്റിൽമെന്റ് ഉണ്ടെന്ന് പറഞ്ഞ അവർ പുറത്തിറങ്ങുക, നിങ്ങൾ ഇന്ന് ഈ വീട്ടിൽ താമസിക്കണം എന്ന് പറയുക. അങ്ങനെ ഞങ്ങൾ താമസിച്ചു. പിറ്റേന്ന് പ്രഭാതമായി രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് നോക്കിയപ്പോ ആ സഹോദരന്റെ വീടിന്റെ മുറ്റത്തുള്ള മരത്തിന്റെ ചുവട്ടിൽ അങ്ങനെ പരസ്പരം അങ്ങനെ കിടക്കുന്ന മക്കളും അദ്ദേഹവും ഭാര്യയും. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, തണുപ്പുള്ള ഒരു കാലം, നിങ്ങൾക്കറിയൂ ക്രൈസി, ഭ്രാന്താണോ, മനോരോഗാണോ, വേറെ സെറ്റിൽമെന്റ് സൗകര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ രാത്രി പ്രഭാതം വരെ ഈ തണുപ്പുള്ള കാലാവസ്ഥയിൽ മക്കളുമൊത്തി മരച്ചുവട്ടിലാണോ താങ്കൾ കഴിച്ചുകൂട്ടിയത് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയാം, ഐ ആം നോട്ട് ക്രൈസി ബട്ട് ഐ ആം എ മുസ്ലിം. എനിക്ക് ഭ്രാന്തൊന്നുമില്ല, ഞാനൊരു മുസ്ലിമാണ് എന്നാ പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ ആതിഥേയനും നിങ്ങൾ ഞങ്ങളുടെ അതിഥികളുമാണ്. ഇസ്ലാമിക് കൾച്ചറിൽ ഒരു ആതിഥേയ മര്യാദ പാലിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്നും ആശങ്കപ്പെടണ്ട, പ്രയാസപ്പെടണ്ട എന്ന് പറയാം. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു വളൈഫ. അതിഥികളെയും അയൽവാസികളെയും ഒക്കെ ആദരിക്കുക എന്നത് പടച്ച റബ്ബിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകളുടെ ബാധ്യതയാണ് എന്ന ഹദീസുകളെ, പ്രവാചക വചനങ്ങളെ ജീവിതത്തിൽ ആദർശമായി പ്രയോഗവൽക്കരിക്കുക. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അദ്ദേഹം പറയാം, ഇന്റർവ്യൂവിൽ പറയാ, എങ്ങനെയാ ഇസ്ലാമിലേക്ക് എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയാ. ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ഇസ്ലാം, ഹു ഈസ് പ്രോഫറ്റ് മുഹമ്മദ്, ആരാണ് ഇസ്ലാം, എന്താണ് ഇസ്ലാം, ആരാണ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തന്നു. ഈ സമയത്ത് മൈ വൈഫ് വാസ് ക്രൈയിങ്, എന്റെ ഭാര്യ കരയുകയായിരുന്നു. ഞാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഐ ബിയർ വിറ്റ്നസ് ദർ ഈസ് നോ ഗോഡ് ബട്ട് അല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. ഈ മതം സുന്ദരമാണ്, ഈ മതം സൗരഭ്യമാണ്, ഈ മതം മനുഷ്യനെ ചേർത്ത് പിടിക്കലാണ്, പരിഗണിക്കലാണ്. അല്ലേ, മല്ലാ യർഹമുന്നാസ ലാ യർഹമുല്ലാഹ്. മനുഷ്യരോട് കാരുണ്യം കാണിക്കാത്തവർക്ക് അള്ളാഹ് കാരുണ്യ മനസ്സോടെ ഓതുന്ന എല്ലാ റക്അത്തിലും എല്ലാ നമസ്കാരത്തിലും അർ-റഹ്മാനിർ റഹീം ഒക്കെയല്ലേ നമ്മുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഇത് കേട്ട് ആ റുമേനിയൻ ദമ്പതികൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. എങ്ങനെയാ ആ പെരുമാറ്റം? അതാ പ്രവാചകൻ പറഞ്ഞത്, അദ്ദീൻ വൽ മുആമല, അദ്ദീൻ വൽ മുആമല, ദ റിലീജിയൻ ഈസ് ബിഹേവിയർ. മതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മതം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ തെളിയിക്കാൻ കഴിയണം. അവിടെ ആ തുർക്കി മുസ്ലിം കുടുംബം ദമ്പതികൾ, ആ രക്ഷിതാവ്, ആ സഹോദരൻ തൻ്റെ പെരുമാറ്റത്തിലൂടെ ഇസ്ലാം തെളിയിച്ചു. 2 മണിക്കൂർ സംസാരം പ്രഭാഷണം അവിടെ നടന്നില്ല. അങ്ങനെയാണ് ആ സഹോദരനുക്ക് ഇസ്ലാമിന്റെ ഹിദായത്ത് കിട്ടിയതും റുമേനിയയിൽ ഇസ്ലാമിക് സെന്റർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിച്ചതും വിവിധ ലോകരാജ്യങ്ങളിലേക്ക് ഇസ്ലാമിക ദഅവത്തിന് പോയിട്ടുള്ളതും ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ ലളിതവും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷാ നിർഭരവുമാണ്. എവിടെയും അലോസരവും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നതില്ല. മാത്രമല്ല ഒരിക്കലും നെഗറ്റീവ് ആകാൻ പാടില്ല എന്നുള്ള നിർബന്ധമുണ്ട്. നെഗറ്റീവ് ആകാനുള്ള വല്ല സാധ്യതയുണ്ടെങ്കിൽ അതിനെ ഇസ്ലാം അടച്ചു കളഞ്ഞിട്ടുണ്ട്. അല്ലേ, ഏതെങ്കിലും ബന്ധങ്ങളിൽ എവിടെങ്കിലും വല്ല നെഗറ്റീവ്സും വരാൻ സാധ്യത ഉണ്ട് എങ്കിൽ ഉടനെ അത് അടച്ചു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി, ഒരു മനുഷ്യന്റെ ഇസ്ലാമിലെ അവന്റെ ഒരു നിലവാരം, അഹ്സനു അമല എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഹുസ്ൻ എന്ന ഹദീസ് പ്രയോഗിച്ചത്, അവനക്കൊരു ഇസ്ലാമിക നിലവാരത്തിലേക്ക് അവന്റെ ഇസ്ലാം എത്തിയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് തർക്കുഹു മാ ലാ യഅനീഹി. അഥവാ തന്നെ ബാധിക്കാത്ത കാര്യങ്ങൾ വിട്ടേക്കുക, എല്ലാത്തിനും പോയി തലയിട്ട് കുഴപ്പമുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകൂല. അതേപോലെ തന്നെ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വ്യക്തി, ദാമ്പത്യ, കുടുംബ, സൗഹൃദ ജീവിതത്തിലേക്കൊക്കെ വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചെടുത്ത് സൂക്ഷിക്കാൻ പറഞ്ഞ വിധിവിലക്കുകൾ സൂക്ഷിക്കുകയും ചെയ്യാം. ഇയ്യാക്കും വല്ലന്ന, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം. ഫൈനൽ അക്ദബുൽ ഹദീസ്, ഊഹത്തിൽ മിക്കതും
അതിലെ ഊഹത്തിൽ മിക്കതും പാപങ്ങളിലേക്ക് എത്തിക്കും. വലാ തജസ്സസു, നിങ്ങൾ ചൂഴ്ന്നന്വേഷിക്കരുത്. അയൽവാസിനെ ചൂഴ്ന്നന്വേഷിക്കുക, സുഹൃത്തിനെ കുറിച്ച് ചൂഴ്ന്നന്വേഷിക്കുക. ഇസ്ലാമിക ഉമ്മത്തിന്റെ ഉള്ളിലുള്ള സംഘടനകൾ, അതിന്റെ ഉള്ളിലുള്ള ഉൾപ്പിരിവുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചൂഴ്ന്നന്വേഷിച്ച് നടക്കാൻ പാടില്ല പരസ്പരം. വലാ തബാഗദു, നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല? കോപമുണ്ടാക്കരുത്. വകൂനു ഇഖ്വാന, നിങ്ങളൊക്കെ സഹോദരങ്ങളായി മാറണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പൊ ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ്, ഇത്തരത്തിലുള്ള ഗുണങ്ങള് നമ്മുടെ ജീവിതം കൊണ്ട് പ്രകാശിതമാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ ഖായിൽ ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ദീനീ വിധിവിലക്കുകളെ വിശ്വാസത്തിലും അനുഷ്ഠാനത്തിലും ആചാരത്തിലും ധർമ്മത്തിലും ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളിലും മേഖലകളിലും പാലിച്ച് പ്രാവർത്തികമാക്കി സംതൃപ്തിയും സമാധാനവും സഹവർത്തനവും സാഹോദര്യവും സ്നേഹവുമുള്ള ഇസ്ലാമിക് ലൈഫ് നിലനിർത്തി മുന്നോട്ട് പോകുന്ന, അങ്ങനെ പരലോകമോക്ഷം കൈവരിക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നവംബർ 29 നവംബർ 29 ഇന്റർനാഷണൽ ഡേ ഓഫ് സോളിഡാരിറ്റി വിത്ത് ഫലസ്തീൻ പീപ്പിൾ, അഥവാ ഫലസ്തീൻ ഐക്യദാർഢ്യ ദിനാണ്. 1977 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഫലസ്തീൻ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുന്നതിന് വേണ്ടി, അവരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 1977 മുതൽ തന്നെ നവംബർ 29 ഫലസ്തീൻ ഐക്യദാർഢ്യ ദിനം ആചരിച്ചു വരികയാണ്. ഇതിപ്പോൾ പറയാനുള്ള കാരണം പ്രത്യേകം പരാമർശിക്കേണ്ടതില്ല. 1977 ശേഷം, അതല്ലെങ്കിൽ ഫലസ്തീൻ ഇഷ്യൂ 1947, 1948 ഫലസ്തീനിൻ്റെ മണ്ണിൽ ഇസ്രായേലിന് ചതിയിലൂടെ, വഞ്ചനയിലൂടെ സാമ്രാജ്യത്വ ശക്തികൾ റഷ്യയും അമേരിക്കയും ബ്രിട്ടനും ഐക്യരാഷ്ട്രസഭയെ സമ്മർദ്ദത്തിലാക്കി വിഭജന കരാറിലൂടെ നൂറുകണക്കിന് വർഷങ്ങളായി തദ്ദേശീയരായി ജീവിച്ച ഫലസ്തീൻ അറബികളെ, അവരുടെ മണ്ണിനെ പകുത്തുകൊണ്ട് 1948 ഇസ്രായേൽ രാഷ്ട്രത്തിന് രൂപം കൊടുത്തു. അന്നേ വരെ അവിടെ ഫലസ്തീൻ മാത്രമാണ്. ആ മണ്ണിലാണ് എന്ത് ചെയ്യുന്നത്? അലഞ്ഞു തിരിഞ്ഞ് നടന്ന സർവ്വജൂതന്മാരെയും, ആ ചരിത്രത്തിലേക്കൊന്നും കടക്കണില്ല, അതിൻ്റെ പല ചരിത്രങ്ങളും നാൾവഴികളും ഈ മിമ്പറിൽ വെച്ച് നമ്മൾ ചർച്ച ചെയ്തതുമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, 1948 ഇസ്രായേൽ രാഷ്ട്രം ഫലസ്തീനിന്റെ മണ്ണിൽ തദ്ദേശീയരുടെ, അവിടുത്തെ ജനങ്ങളുടെ യാതൊരു സമ്മതവുമില്ലാതെ അവിടെ നിർമ്മിക്കുകയാണ്. 55% ഭൂമി ഇസ്രായേലിന്, 45% ഭൂമി ഫലസ്തീന് ആണ് അന്നത്തെ കരാർ. അവരെന്നെ കരാറുണ്ടാക്കുകയാണ്. 55%. ഇന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യാം, എന്നിട്ട് ഫലസ്തീൻ ഇഷ്യൂ നിങ്ങൾ പഠിക്കുക. ഈ 45% നിന്ന് ഇപ്പോൾ ഫലസ്തീനിന്റെ ഭൂമി എവിടെ എത്തിയെന്ന്. ലോകത്ത് അതിർത്തിയില്ലാത്ത ഒരു രാജ്യം ഈ ആധുനിക ജനാധിപത്യ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പെരുമ്പറ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ UN ഒക്കെ ഉള്ള ഈ കാലത്ത്, മനുഷ്യൻ നവീകരിക്കപ്പെട്ടു, പുരോഗതിയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് അതിർത്തിയില്ല എങ്കിൽ അത് ഇസ്രായേൽ മാത്രമാണ്. കാരണം ഓരോ പ്രഭാതത്തിലും അവർക്ക് ഓരോ അതിർത്തിയാണ്. അവരുടെ ടാർഗറ്റ് എന്താ? 1948 കഴിഞ്ഞപ്പോൾ 2024 എത്തി. ഓരോ ദിനത്തിലും ഓരോ മാസത്തിലും അവിടുത്തെ ഫലസ്തീനികളെ കൊന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക, ജനസംഖ്യ കുറച്ചുകൊണ്ടിരിക്കുക, അവരുടെ ഭൂമിയിലേക്ക് കയ്യേറ്റം നടത്തിക്കൊണ്ടിരിക്കുക. ആലോചിക്കണം, ഇവിടെ അവരുടെ രാഷ്ട്രപ്രഖ്യാപനം നടത്തിയതോടുകൂടി തന്നെ 10-40 ലക്ഷത്തിലധികം ആളുകൾ അഭയാർത്ഥികളായി ഫലസ്തീനികൾ. 10,000 ഫലസ്തീനികൾ ഇതിനകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. 7 ദശാബ്ദങ്ങളായി, 70 വർഷത്തിലധികമായി
ഇപ്പോഴും ആ ഇഷ്യൂ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അന്ന് അയൽ രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്ത് അടക്കമുള്ള സിറിയ അടക്കമുള്ള അയൽ രാജ്യങ്ങളൊന്നും സമ്മതിച്ചില്ല. കാരണം ഇത് ശരിയല്ല, ഇത് നീതിയല്ല. ഇവരുടെ സമ്മതില്ലാതെ അവിടെ രാഷ്ട്രം ഉണ്ടാക്കിയ രാഷ്ട്രത്തിന് പകുതിയിലധികം കൊടുക്കുക, ഇതെന്താണിത് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ശബ്ദിച്ച, അന്ന് നീതിക്ക് വേണ്ടി നിലക്കൊണ്ടവരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കറണ്ട് സ്റ്റാറ്റസ് ഓഫ് ഫലസ്തീൻ ഇഷ്യൂ, ഇപ്പോഴത്തെ ഇഷ്യൂയുടെ അവസ്ഥ എന്താ? ലോകം കൈകെട്ട് നിൽക്കുക. അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ ഒന്നും ചെയ്യാതെ അമേരിക്ക ആയുധിറക്കി കൊടുക്കുക, അറബ് രാഷ്ട്രങ്ങൾ അങ്ങനെ, മനുഷ്യാവകാശ സംഘടനകൾ, അതേപോലെ തന്നെ ICJ, ഇന്റർനാഷണൽ കോർട്ട് ഫോർ ജസ്റ്റിസ്, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ലബനാനിൽ സീജ്, ലബനാനിൽ യുദ്ധം നിർത്തി 2 മാസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ പത്രം എടുത്താൽ വീണ്ടും അവിടെ അക്രമം നടത്തിയിട്ടുണ്ട്. എല്ലാ മനുഷ്യാവകാശങ്ങളെയും എല്ലാ യുദ്ധ നിയമങ്ങളെയും, ഇസ്ലാമല്ല ഞാൻ ഈ സംസാരിക്കണത്, ഈ ആധുനിക കാലത്ത് ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള ഇസ്ലാമികേതര രാഷ്ട്രങ്ങൾ കൊണ്ടു നടക്കുന്ന സർവ നിയമാവലികളും ലംഘിച്ച ഒരു സയനിസ്റ്റ് വംശീയ ഉന്മൂലന രാഷ്ട്രത്തെ പിടിച്ചു കെട്ടാൻ കഴിയുന്നില്ല എന്നിടത്തേക്ക് കാര്യത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതില് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എത്തി. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞതുപോലെ ബൈത്തുൽ മഖദിസ്, വിശുദ്ധ ഭൂമി അല്ലെ, ബൈത്തുൽ മഖദിസ് മൂന്നാമത്തെ പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യണ, തീർത്ഥാടനം നടത്തേണ്ട മൂന്നാമത്തെ പള്ളി മസ്ജിദുൽ അഖ്സ, മതപരമായ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം കനത്തോടുകൂടി നിർവഹിക്കേണ്ടതുണ്ട്. അത് നിർവഹിക്കേണ്ട ആളുകളൊക്കെ ഹുബ്ബുദ്ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവികന്റെ പ്രമത്തതയിലും മരണത്തെ പേടിച്ചു നടക്കുക. രണ്ടാമത്തെ ഉച്ചകോടി റിയാദിൽ നടന്നു. ഞാൻ ശ്രദ്ധിച്ച്, രണ്ടാമത്തെ ഉച്ചകോടി 2 ആഴ്ച മുമ്പ് നടന്ന്. 2 ആഴ്ച മുമ്പ് അവിടെ മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ OIC രാഷ്ട്രങ്ങൾ, ഇറാനിൽ നടക്കുന്ന പ്രതിനിധികളൊക്കെ പങ്കെടുത്ത അവിടെ മഹ്മൂദ് അബ്ബാസ്, ഫലസ്തീന്റെ നിലവിലെ പ്രസിഡന്റ്, ഫലസ്തീൻ സ്റ്റേറ്റ് പ്രസിഡന്റ് അവിടെ പങ്കെടുത്തു. എന്നിട്ട് എന്താ അവർ ചെയ്തത്? അവർ പ്രഖ്യാപിച്ചു അവിടുന്ന് ഇസ്രായേൽ ഉടൻ വെടി നിർത്തണം, ഇസ്രായേൽ ഉടൻ വെടി നിർത്തണമെന്ന് പ്രഖ്യാപിക്കുക. എന്നിട്ട് അതിനുശേഷം എന്താ ഉണ്ടായത്? ഇതാ അവർ ചെയ്യേണ്ടത്. വെടി നിർത്തണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്തുന്ന ടീമാണോ ഇത്? ആരാണ് അവിടെ വെടിക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? അപ്പൊ ഇങ്ങനെ 2023 ഒക്ടോബർ 7 വരെ എല്ലാ വർഷങ്ങളിലും മാസങ്ങളിലും ഫലസ്തീനുകളെ പിടിച്ചു കൊണ്ടുപോവുക, അവരുടെ അപ്പാർട്ട്മെന്റ് തകർക്കുക, അവരുടെ ഭൂമിയിലേക്ക് ഇവരുടെ അക്കോമഡേഷൻ താമസങ്ങൾ അങ്ങോട്ടാക്കുക, ഇങ്ങനെ 10,000-കണക്കിന് ആളുകളെ കൊന്നുകൊണ്ടിരിക്കുക. ഇസ്രായേൽ സയനിസ്റ്റ് വംശം, സയനിസ്റ്റ് രാഷ്ട്രം മതിലും കെട്ടിയിട്ട് അപ്പുറത്ത് സെക്യൂരിറ്റി, ഫുൾ സെക്യൂരിറ്റി ആയിട്ട് അവർക്കെതിരെ, ഫലസ്തീനികൾക്കെതിരെ, തദ്ദേശീയർക്കെതിരെ, ആ മണ്ണിന്റെ മക്കൾക്കെതിരെ എന്ത് ഞങ്ങൾ പ്രവർത്തിച്ചാലും തിരിച്ചടിക്കാനും തിരിച്ചു ചെയ്യാനും ഒന്നും അവർക്ക് സാധിക്കയില്ല. അത്രമേൽ സാങ്കേതിക തികവിലും ഡോമിലും സംഗതികളിലും ടെക്നോളജിയിലുമാണ് ഞങ്ങൾ എന്ന രാഷ്ട്രത്തിന് 2023 ഒക്ടോബർ 7 തൂഫാൻ അഖ്സ നേരിടേണ്ടി വന്നു. അതിലെ അവരുടെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളെയും ആഢ്യത്വങ്ങളെയും നശിപ്പിക്കുന്ന രൂപത്തിലുള്ള അറ്റാക്ക് ഉണ്ടായി. അപ്പൊ അങ്ങനെ പല ആളുകളും വ്യാഖ്യാനിച്ച് പറഞ്ഞു, എന്തിനാ ഇപ്പൊ ഇതിന് നിന്നത്? ഈ പറഞ്ഞ ആളുകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങും, പറഞ്ഞ ആളുകളെ പരിഹരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങും. 75 കൊല്ലം, 70 രാഷ്ട്രമായി. ആലോചിച്ച് നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ ഈ സ്ഥലത്തേക്ക് വേറെ നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ വരിക, എന്നിട്ട് നമ്മുടെ ഭൂമിയുടെ പകുതിയിലധികം അവരെടുക്കുക, എന്നിട്ട് അവർ താമസിക്കുക. അവിടം കൊണ്ടും തീർന്നില്ല, പ്രതിമാസം പ്രതിവർഷം എന്ന നിലക്ക് നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ മണ്ണിലേക്കും വരിക, നമുക്ക് വേണ്ടപ്പെട്ട സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും ഒക്കെ കൊന്നൊടുക്കുക. ലോകം ഇതിങ്ങനെ കണ്ടെക്കുക. അവരെന്താ ചെയ്യല്? അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവസ്ഥകൾ ഇങ്ങനെയാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഏതായിരുന്നാലും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവിലെ അവർക്ക് ഇതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്തൊക്കെയാണോ ആ സ്റ്റാറ്റസ് ഒക്കെ തകർത്ത് തരിപ്പണമായി കഴിഞ്ഞു. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത, സുരക്ഷിതമില്ലാത്ത ഒരു രാഷ്ട്രമായിട്ട് മാറി. മോർ ദാൻ 50,000 ജൂസ്, 50,000-ത്തിലധികം ജൂതന്മാരെ ഇസ്രായേൽ ഉപേക്ഷിച്ചു പോയി. മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ഇരട്ട പൗരത്വമുള്ളവരൊക്കെ അവിടുന്ന് പോയി. കാരണം അവർക്ക് തിരിച്ചറിഞ്ഞു അവിടെ തന്നെ 2-3 വിഭാഗങ്ങളായിട്ട് ഭരണകൂടത്തിനെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം അതിനൊരു ഒരു എൻഡിങ്, ഒരു ക്ലോസിംഗ് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫില് അള്ളാഹു പറഞ്ഞൊരു പരാമർശമുണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ അള്ളാഹ് എന്താ ഇടപെടാത്തത് എന്ന് നമുക്ക് ഇങ്ങനെ തോന്നും. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, പതുക്കെ പതുക്കെ
പടച്ചറബ് ഇങ്ങനെ പിടിക്കാൻ തുടങ്ങും. പതുക്കെ പതുക്കെയാണ് ചില ശിക്ഷകളും കാര്യങ്ങളും സുന്നത്തുള്ള അള്ളാന്റെ നടപടിക്രമം അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുക. ഫറോവമാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫറോവമാർ പിന്നീട് എന്തായി എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്രൂദുമാരും ഹാമാനുമാരും ഒക്കെ ചരിത്രത്തിൽ പിന്നീട് എന്തായി എന്നും, ആധുനിക കാലത്ത് ഹിറ്റ്ലർമാരും സ്റ്റാലിന്മാരും ഒക്കെ നിശ്ചിത വർഷം പിന്നിട്ടെങ്കിലും പിന്നീട് എന്തായി തീർന്നു, അതേപോലെ തന്നെ സയനിസവും തകരുക തന്നെ ചെയ്യും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വെയിറ്റ് ചെയ്യുകയാകാം. കാരണം നീതിക്ക് വേണ്ടി നിലക്കൊള്ളാനുള്ള ഇസ്സത്തും ആർജവും കാണിക്കേണ്ട ആളുകൾ കാണിക്കേണ്ട സമയത്ത് കാണിക്കുന്നുണ്ടോ എന്ന് അള്ളാഹ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൈദൽ മൗഊദത്തു സുഇലത്ത്, അവിടെ കൊല്ലപ്പെടുന്ന പിഞ്ചു മക്കളൊക്കെ പരലോകത്ത് ചോദിക്കും, ബി അയ്യി ദംബിൻ ഖുതിലത്, എന്തൊരു കാരണത്താലാണ് ഞങ്ങളൊക്കെ കൊല്ലപ്പെട്ടത് എന്ന്. കൊല്ലപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് സമ്പത്തുണ്ടായിരുന്നില്ലേ, അധികാരമുണ്ടായിരുന്നില്ലേ, എന്ത് നിങ്ങൾ വിനിയോഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആരൊക്കെ പ്രതിപട്ടികയിൽ കയറി നിൽക്കേണ്ടി വരുമെന്ന് ഇഹലോകത്തല്ലെങ്കിൽ പരലോകത്ത് വെച്ചെങ്കിലും നീതിയോടെ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പീഡിതരായി വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന, പ്രയാസപ്പെടുന്ന, കടലിലും കരയിലും ആകാശത്തും തുറന്ന ജയിലിന് സമാനമായി ജീവിതം മുന്നോട്ട് നീക്കുന്ന ഫലസ്തീനികൾക്ക് അള്ളാഹു അതിജീവനം നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ആത്മീയമായി അവരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഷഹാദത്തുകളെ നീ അവർക്ക് സ്വർഗപ്രവേശനത്തിന് നിമിത്തമാക്കി തീർക്കണമേ നാഥ. അള്ളാഹുവെ, ജന്മനാടിന് വേണ്ടിയുള്ള പോരാട്ട വഴിയിലാണ് ആ സംഘങ്ങൾ. അള്ളാഹു അവർക്ക് നീ സ്ഥൈര്യവും വിജയവും നൽകണമേ നാഥ. അള്ളാഹുവെ, അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ നിർവഹിക്കുന്ന പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകണമേ നാഥ, പരിഹാരമുണ്ടാക്കി നൽകണമേ നാഥ. അള്ളാഹുവെ, കുതന്ത്രങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കുതന്ത്രങ്ങളെ നിന്റെ തന്ത്രം കൊണ്ട് നീ തകർക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശ ലക്ഷ്യങ്ങളും ഹലാലായ മുറാദുകളും പ്രാർത്ഥനകളും നീ സ്വീകരിക്കണമേ നാഥ. മാറാരോഗങ്ങൾ, പ്രയാസങ്ങൾ, ചികിത്സകളുമായി തേടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് പറഞ്ഞ സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൂർണ്ണമായ ശമനം നൽകുമാറാകട്ടെ. ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരവ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ മരണപ്പെട്ട വിഷയത്തിലും പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ഒരു സഹോദരന്റെ പെങ്ങളും ആ പെങ്ങളുടെ ഭർത്താവും മരണപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم انصر اخواننا في هذه المنطقة المظلومة، اللهم كن نصيرا ومعينا للمجاهدين في هذه المنطقة المظلومة، اللهم دمر وشتت ومزق أعداءك وأعداء السلم والسلام، اللهم إنا نسألك الفوز والنجاة، اللهم إنا نعوذ بك من عذاب جهنم ومن عذاب القبر ونسألك الجنة. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا